ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അതിനൊരു മാറ്റമില്ല, അതിന് പ്രായമൊന്നോ ചെറുപ്പമൊന്നോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോയപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു വീഡിയോസ് ഒന്നും എടുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട്. അപ്പോൾ ഇതാ ഇന്ന് വീഡിയോസൊക്കെ എടുത്തായി കാണിക്കുന്ന കേട്ടോ. ഞങ്ങൾ ആദ്യം പോയിട്ട് നമുക്ക് ഗ്രീനറി വാലി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. പക്ഷേ സംഭവം അവിടുത്തെ ഭയങ്കര തിരക്കാണ്, സീസൺ ആയതുകൊണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ട, നിറച്ച് ആ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിന് അതുവരെയുള്ള അപ്പുറം ഇപ്പുറം നിറയെ കടകളാണ് കേട്ടോ. കട കണ്ടാൽ പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം പറയണോ, എന്തിന് എൻ്റെ കെട്ടും തന്നെ വണ്ടിയിൽ ഇത് വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഓരോ കീ ചെയിൻസ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ എവിടെ പോയാലും പിന്നെ മറക്കാതെ വാങ്ങുന്ന ഒരു ഐറ്റം കൂളിംഗ് ഗ്ലാസ്സാണ്. അതാണ് പിന്നെ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ മോൾ ഓൾറെഡി തന്നെ ടൂർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് എവിടുന്നെങ്കിലും ഒപ്പിച്ചേക്കും. ഞാൻ ഏതോ പൂരത്തിന് പോയപ്പോഴാണ് തോന്നുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ച ആൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോന് അതിന് കൂളിംഗ് ഗ്ലാസ് നോക്കി, പക്ഷെ ഒക്കെ വലിയ സൈസ് ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ നോക്കാം ഇനി ഇത്തിരി കട ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ സ്വീറ്റ്സിൻ്റെ കട കേട്ടോ, ഒത്തിരി സ്വീറ്റ്സ് വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ നല്ലതുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത തരത്തിലുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പഞ്ഞിമിഠായിക്ക് മേടിച്ചായിട്ട് എത്തണേ വരെ ഒന്ന് കഴിച്ച് പോകാമല്ലോ എന്ന് വെച്ചു. പിന്നെ നല്ല കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ, വെറൈറ്റി. പക്ഷേ ചെറിയ 2-3 വെറൈറ്റി ഞാൻ നോക്കിയപ്പോൾ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ കാണുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വൻ വിലയാണ്, ഭയങ്കര വില. നമ്മളിവിടെ കിട്ടാനൊക്കെ ഡബിൾ ഇരട്ടി വിലയാണ്. പിന്നെ നമുക്കറിയാം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ റേറ്റ് ഇത്തിരി കൂടുതലാവും നമുക്കറിയാമല്ലോ. പിന്നെ അടുത്തൊരു കണ്ണട സെക്ഷൻ കണ്ടപ്പോൾ കണ്ണട നോക്കുന്നുണ്ട്, അവൻ്റെ സൈസിലൊരു കണ്ണട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പുതിയ വെച്ച് നോക്കണം, അത് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, ആളെ സൈസിന് നല്ലൊരു കണ്ണട തന്നെയായിരുന്നു കേട്ടോ. മോഡലിന് മുന്നൊന്നും ഇതുപോലത്തെ ഒരു മോഡൽ കണ്ണട ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് സംഭവം. പിന്നെ കളിക്കുമ്പോൾ പൊട്ടിച്ച് അങ്ങനെ ആയിപ്പോൾ. അങ്ങനെ പിന്നെ നല്ല ടോയ്സിൻ്റെ കട ഉണ്ട്. കണ്ട 2 കുട്ടികൾ കിടന്ന് ആടുന്നത് കാണാൻ നല്ല ഭംഗിയിട്ട്, പക്ഷേ കാണാൻ നല്ല ഭംഗി, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. നമ്മൾ വിചാരിക്കാത്തൊക്കെ റേറ്റാണ്. പിന്നെ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ചാണ് നടക്കാൻ കിട്ടിയിട്ട് നടന്ന് അങ്ങനെ പോകാൻ കേട്ടോ. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആൾക്കാർ കടയിൽ കയറിയിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വാങ്ങുന്നത് കുറച്ച് കുറവ് തന്നെ കേട്ടോ. അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തി, വൻ വ്യൂ തന്നെയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മുടെ ഒരു ഗേറ്റ് മാതിരി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ പ്രകൃതി, അത് നമുക്ക് എത്ര പറഞ്ഞാലും മധുരമായിട്ടൊരു ഐറ്റം തന്നെയാണ്. എന്തും നല്ല കോടമഞ്ഞായിട്ട് നമ്മുടെ കണ്ണ് പറയില്ല, കണ്ണ് തള്ളിപ്പോന്നൊക്കെ പറയില്ലേ, എന്താ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു ഇതെല്ലാവരും പോയിട്ടുണ്ടാവും.